എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാം ഓരോരുത്തരും ഓരോ യാത്രയിലാണ്. ജീവിതം എന്ന മഹായാത്ര. ഈ യാത്രയിൽ പലപ്പോഴും നമ്മൾ തളർന്നു പോകാറുണ്ട്, വഴിമുട്ടി നിൽക്കാറുണ്ട്. എൻ്റെ ജീവിതം എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്ന് നടക്കും? എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇത്രയും തടസ്സങ്ങൾ? എന്നിങ്ങനെ 100,000 ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ അലയടിക്കാറുണ്ട്. ഈ പ്രപഞ്ചം നമ്മോട് സംസാരിക്കുന്നത് നിശബ്ദതയിലൂടെയാണ്. ആ നിശബ്ദതയെ തിരിച്ചറിയാനാണ് തൊടുകുറി ശാസ്ത്രം പോലുള്ള വിദ്യകൾ നമ്മെ സഹായിക്കുന്നത്. തൊടുകുറി ശാസ്ത്രം എന്നത് കേവലം ഒരു വിശ്വാസമല്ല, മറിച്ച് അത് നമ്മുടെ മനസ്സിൻ്റെ ആഴത്തിലുള്ള ചിന്തകളെ പ്രപഞ്ചത്തിൻ്റെ ഊർജവുമായി ബന്ധിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ്. ശാസ്ത്രീയമായി വിശകലനം ചെയ്താൽ നമ്മുടെ ഉപബോധ മനസ്സ്, സബ് കോൺഷ്യസ് മൈൻഡ് തിരഞ്ഞെടുക്കുന്ന ഓരോ കാര്യത്തിനും കൃത്യമായ കാരണങ്ങളുണ്ടാകും. ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് നമ്മുടെ വരും ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. ഇതിനായി പ്രകൃതിയിലെ ഏറ്റവും മനോഹരമായ സൃഷ്ടികളിലൊന്നായ റോസാ പുഷ്പങ്ങളെയാണ് നമ്മൾ സാക്ഷിയാക്കുന്നത്. നമ്മുടെ മുന്നിൽ 2 മനോഹരമായ റോസാ പുഷ്പങ്ങളുണ്ട്. ഒന്ന് തീക്ഷ്ണമായ ചുവപ്പ് റോസാപുഷ്പവും മറ്റൊന്ന് നിർമ്മലമായ വെള്ള റോസാപുഷ്പവും. ഇവയിൽ നിന്ന് ഒന്ന് തിരഞ്ഞെടുക്കുന്നതിലൂടെ നിങ്ങളുടെ മനസ്സിൻ്റെ അവസ്ഥയും അതുപോലെ തന്നെ ഭാവി ഫലങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി എങ്ങനെയാണ് ഈ 2 റോസാപ്പൂവിൽ നിന്നും ഒന്ന് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് നോക്കാം. ഫലങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇതെങ്ങനെ തിരഞ്ഞെടുക്കണം എന്നതിൽ പലർക്കും സംശയമുണ്ടാകാം. 2 രീതിയിൽ നിങ്ങൾക്ക് ഈ പൂവിൽ നിന്ന് ഒന്ന് തിരഞ്ഞെടുക്കാം. നിങ്ങൾ കണ്ണുകൾ അടച്ച് പതുക്കെ തുറക്കുമ്പോൾ ഏറ്റവും ആദ്യം നിങ്ങളുടെ ശ്രദ്ധ പതിയുന്ന പുഷ്പം ഏതാണോ അത് തിരഞ്ഞെടുക്കുക. അതല്ലെങ്കിൽ 2 പുഷ്പങ്ങളിലേക്കും സാവധാനം നോക്കുക. എന്നിട്ട് നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന, ഇതാണ് എൻ്റേത് എന്ന് തോന്നിപ്പിക്കുന്ന പുഷ്പം തിരഞ്ഞെടുക്കുക. ഞാൻ രണ്ടാമത് പറഞ്ഞിട്ടുള്ള രീതിയാണ് കൂടുതൽ ഫലപ്രദമെന്ന് ശാസ്ത്രം പറയുന്നു. പ്രത്യേകിച്ച് ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ, ജോലിസ്ഥലത്തെ തർക്കങ്ങൾ എന്നിവയെക്കുറിച്ച് അറിയാൻ മനസ്സിൻ്റെ ആഴത്തിലുള്ള തിരഞ്ഞെടുപ്പാണ് ഉത്തമം. നിങ്ങളുടെ ഉള്ളിലെ ആഗ്രഹം അതൊരു സ്ഥിര വരുമാനമുള്ള ജോലിയാകാം, വിവാഹമാകാം, സ്വന്തമായി ഒരു വീടാകാം, അല്ലെങ്കിൽ മക്കളുടെ പഠനമാകാം. അത് മനസ്സിൽ ഉറപ്പിച്ചു വേണം ഈ തിരഞ്ഞെടുപ്പ് നടത്താൻ. പൂർണ്ണമായ വിശ്വാസത്തോടു കൂടിയും മനസ്സിൽ ആ ആഗ്രഹം സഫലമാകണമെന്ന ഉറച്ച വിശ്വാസത്തോടു കൂടിയും നിങ്ങൾ ഈ 2 പൂവിൽ നിന്ന് ഒന്ന് തിരഞ്ഞെടുക്കുക. രണ്ട് പൂവിൽ നിന്നും ഒന്ന് തിരഞ്ഞെടുത്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇനി നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം. ചുവന്ന റോസാപുഷ്പം തിരഞ്ഞെടുത്തവർക്കായുള്ള ഫലങ്ങളാണ് ആദ്യം ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ ചുവന്ന റോസാപുഷ്പമാണ് തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ വ്യക്തിത്വത്തെക്കുറിച്ചും വരാനിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചും വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ സ്നേഹിക്കാൻ മാത്രം അറിയുന്നവരാണ്. ആരോടും കലഹിക്കാനോ തർക്കിക്കാനോ നിങ്ങൾക്ക് താല്പര്യമില്ല. സമാധാനപ്രിയരായ നിങ്ങൾ മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ
നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ എത്തുന്നില്ല എന്നൊരു പരാതി നിങ്ങൾക്കുണ്ടാകാം. പല കാര്യങ്ങളും പാതി വഴിയിൽ തടസ്സപ്പെടുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ക്ഷമയുടെ കുറവ് പലപ്പോഴും അബദ്ധങ്ങൾ വരുത്തിവെക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പോലും മറ്റുള്ളവർ തെറ്റിദ്ധരിക്കാൻ ഇത് കാരണമാകുന്നു. മുൻപ് നിങ്ങൾക്ക് സമൂഹത്തിലും ബന്ധുക്കൾക്കിടയിലും ലഭിച്ചിരുന്ന ആ ഒരു ആദരവോ സ്വീകാര്യതയോ ഇപ്പോൾ ലഭിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിത്തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ നിഷ്കളങ്കതയെ പലരും മുതലെടുക്കുന്നു. പണത്തിൻ്റെ കാര്യത്തിലായാലും സ്നേഹത്തിൻ്റെ കാര്യത്തിലായാലും നിങ്ങൾ വഞ്ചിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം ശരിയാകും എന്ന അമിതമായ ശുഭാപ്തി വിശ്വാസം കാരണം നിങ്ങൾ പല യാഥാർത്ഥ്യങ്ങളും കാണാതെ പോകുന്നു. മാറ്റങ്ങൾ എപ്പോൾ സംഭവിക്കും? നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകാൻ 25 ദിവസം മുതൽ 3 മാസം വരെ, അതായത് 90 ദിവസം വരെ സമയമെടുത്തേക്കാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെറുതെ കാത്തിരുന്നാൽ മാത്രം പോരാ എന്നതാണ്. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കൃത്യമായ പരിശ്രമമുണ്ടാകണം. നിങ്ങൾ ശ്രമിച്ചാൽ 3 മാസത്തിനുള്ളിൽ തന്നെ വലിയ മാറ്റങ്ങളുണ്ടാകും. ലക്ഷ്യത്തിലെത്താൻ പറ്റിയില്ലെങ്കിൽ പോലും അതിലേക്കുള്ള വഴി തെളിഞ്ഞു കിട്ടും എന്ന കാര്യത്തിൽ സംശയമില്ല. ഈശ്വരകാരുണ്യം നിങ്ങളുടെ കൂടെയുണ്ട്. ഇനി അടുത്തതായി വെള്ള റോസാപുഷ്പം തിരഞ്ഞെടുത്തവർക്കുള്ള ഫലങ്ങളാണ്. വെള്ള റോസാപുഷ്പം തിരഞ്ഞെടുത്തവർ നിർമ്മലമായ മനസ്സുള്ളവരും എന്നാൽ ഉള്ളിൽ വലിയ അഗ്നിപർവ്വതങ്ങൾ പേറുന്നവരുമാണ്. എത്ര വലിയ പ്രതിസന്ധി വന്നാലും തളരാതെ പിടിച്ചു നിൽക്കാൻ നിങ്ങൾക്കൊരു കഴിവുണ്ട്. പുറമേക്ക് ചിരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ വലിയ സങ്കടങ്ങളുണ്ടാകാം. മറ്റുള്ളവർ നിങ്ങളെ വേദനിപ്പിച്ചാലും അവരോട് ക്ഷമിക്കാനും അവർ നന്നാവട്ടെ എന്ന് വിചാരിക്കാനുമുള്ള ഒരു വലിയ മനസ്സ് നിങ്ങൾക്കുണ്ട്. എന്നാൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രകൃതക്കാരാണ് നിങ്ങൾ. പക്ഷേ ആ ദേഷ്യം ആരെയും ദ്രോഹിക്കാനല്ല. നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്ന് അതേ സ്നേഹം നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നില്ല എന്ന സങ്കടം നിങ്ങൾക്കുണ്ട്. വിവാഹം, പ്രണയം, വീട് അല്ലെങ്കിൽ ജോലി സംബന്ധമായ തടസ്സങ്ങൾ നിങ്ങളിപ്പോൾ നേരിടുന്നുണ്ടാകാം. എന്നാൽ ദൈവാനുഗ്രഹം നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു. ഇപ്പോൾ അനുഭവിക്കുന്ന തടസ്സങ്ങൾ വെറും താൽക്കാലികം മാത്രമാണ്. അതുപോലെ തന്നെ വരുന്ന 2 മാസത്തിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കാൻ 75% സാധ്യതയുണ്ട്. നിങ്ങൾ ആത്മാർത്ഥമായി ശ്രമിച്ചാൽ 1 മാസത്തിനുള്ളിൽ തന്നെ ശുഭവാർത്തകൾ പ്രതീക്ഷിക്കാം. ഇനി ഈ കാലയളവിൽ നടന്നില്ല എങ്കിൽ 6 മാസത്തിന് ശേഷം ഇരട്ടി സന്തോഷത്തോടെ ആ കാര്യം നിങ്ങളെ തേടി വരും. പ്രപഞ്ചം നിങ്ങൾക്കായി വഴികൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ തൊടുകുറി ഫലങ്ങൾ നമുക്ക് നൽകുന്നത് ഒരു ദിശാസൂചികയാണ്. ചുവന്ന റോസാപ്പൂവ് തിരഞ്ഞെടുത്തവർ തങ്ങളുടെ ക്ഷമയില്ലായ്മ മാറ്റാനും കൂടുതൽ ജാഗ്രതയോടെ പ്രവർത്തിക്കാനും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ള റോസാപ്പൂവ് തിരഞ്ഞെടുത്തവർ തങ്ങളുടെ ഉള്ളിലെ ദൈവീക സാന്നിധ്യത്തിൽ വിശ്വസിച്ച് മുന്നോട്ടു പോകണം. ജീവിതം എന്നും ഒരുപോലെയല്ല. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ നാളത്തെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാണ്. ഈശ്വരനിൽ വിശ്വസിക്കുക, അതോടൊപ്പം ആത്മാർത്ഥമായി കർമ്മം ചെയ്യുക. പരാജയങ്ങളിൽ ഒരിക്കലും തളരരുത്. നമ്മൾ ചെയ്യുന്ന ഓരോ നല്ല പ്രവൃത്തിക്കും കാലം നമുക്ക്
പ്രതിഫലം നൽകും. നിങ്ങളുടെ മനസ്സിനെ ശുദ്ധമായി വയ്ക്കുക. സ്നേഹവും സത്യസന്ധതയും കൈമുതലാക്കിയവർക്ക് ഒരിക്കലും തോറ്റുകൊടുക്കേണ്ടി വരില്ല. വരും ദിവസങ്ങൾ നിങ്ങൾക്ക് ഐശ്വര്യത്തിൻ്റേതും സന്തോഷത്തിൻ്റേതുമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം പൂവണിയട്ടെ. ശുഭദിനം നേരുന്നു. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്കു നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. ഈയൊരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ അറിവ് ഉപകാരപ്രദമായി തോന്നിയാൽ തീർച്ചയായും മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവർക്കും ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും സന്തോഷവും സമൃദ്ധിയും വന്നുചേരട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.